ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ത്വാഹയുടെ 123 ആയത്തിലെ പാതി ഭാഗമാണ് ഞാൻ കേൾപ്പിച്ചത്. എന്റെ ഹുദ നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ ഫമനിത്തബഅ ഹുദായ, ആ സന്മാർഗം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഫലാ യളില്ലു വലാ യഷ്ഖ, വഴി പിഴച്ചു പോവില്ല, നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരികയോ വിഷമിക്കേണ്ടി വരികയോ ചെയ്യുകയില്ല. ഇതാണ് വചനത്തിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അവ എണ്ണിയാൽ അതിന്റെ എണ്ണമെടുക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. ഈ അനുഗ്രഹങ്ങളിലെല്ലാം വിലമതിക്കാനാവാത്ത ഒന്നാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. ഈ ആയുസ്സിൽ തന്നെ ഒരു 60 കൊല്ലോ 70 കൊല്ലോ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ആ ആയുസ്സിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അവന്റെ യൗവനകാലം. അതാണ്. പ്രായം കൊണ്ട് ചില ആളുകള് വളർച്ചയെത്തുകയും ബുദ്ധി കൊണ്ട് വളർച്ച പ്രാപിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ?
അല്ലെ? ശരീരം ഭയങ്കര ഉണ്ടാവും, പക്ഷെ അതിനനുസരിച്ച് ബുദ്ധി വളരാതിരിക്കുക വല്ലാത്തൊരു പരീക്ഷണമാണ് അത്. അള്ളാഹു അത്തരം എല്ലാ കെടുതികളിൽ നിന്നൊക്കെ നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ റബ്ബ് നമ്മളോട് കാണിച്ചൊരു അനുഗ്രഹം എടുത്തു നോക്കിയേ. പ്രായം കൂടുന്നതിനനുസരിച്ച്, ശരീരത്തിന്റെ വളർച്ചക്കനുസരിച്ച് നമ്മുടെ ബുദ്ധിക്കും വളർച്ചകൾ ഉണ്ടാകുന്നു. ഒരു 5ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ഒരു 10ാം ക്ലാസ്സുകാരൻ്റെത്. ഒരു 10ാം ക്ലാസ്സുകാരന്റെ ശാരീരിക ക്ഷമതയോ അവന്റെ യോഗ്യതകളോ അല്ല ഒരു ഡിഗ്രിക്കാരൻ്റെത്. എല്ലാം പടച്ച റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങളിൽ എന്തെല്ലാമാണ് അള്ളാഹുവിനെ നമ്മൾ തിരിച്ചു നൽകിയത് എന്ന് എപ്പോഴും നമ്മൾ പേർത്തും ചിന്തിക്കണം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മഹത്തായ വചനമുണ്ട്. ലാ തസൂലു ഖദമാ ബിനി ആദം യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരാൾക്കും അയാളുടെ 2 കാൽപാദങ്ങൾ ഒന്നങ്ങനെ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. 5 കാര്യങ്ങൾക്ക് അവിടെ ചില കണക്കുകൾ ബോധിപ്പിച്ചു കൊടുക്കണം. ഒന്ന്, നിന്റെ ആയുസ് എന്തിന് ചെലവഴിച്ചു എന്ന്. എന്നിട്ട് ആയുസ് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു തരികയാണ് നിന്റെ യൗവനം അതെവിടെയൊക്കെയാണ് കൊണ്ടുപോയിട്ട് പിന്നെ ചെലവഴിച്ചതെന്ന്. സമ്പത്ത് പറഞ്ഞിടപ്പോ 2 കാര്യമാണ് പറഞ്ഞത്. നിന്റെ മാലിനെ കുറിച്ച് ചോദിക്കും, അത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, എവിടെയാണ് ചെലവഴിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എന്തൊക്കെയാണ് ചെയ്തത്, മനസ്സിലാക്കിയത് പ്രകാരം, പഠിച്ചത് പ്രകാരം എന്തെല്ലാം ചെയ്തു. സഹോദരങ്ങളെ, ഇത് ബയാൻ ചെയ്യല്ല, ഇതിനുള്ള മറുപടി നമ്മൾ ഓരോ ദിവസവും കണ്ടെത്തിയേ മതിയാവും. യുവത്വം എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സുവർണമായ ഒരു കാലഘട്ടമാണ്. പടച്ചവന്റെ വല്ലാത്തൊരു അനുഗ്രഹമാണ്. ജീവിതത്തിലെ ഏറ്റവും നിറപ്പകിട്ടാർന്ന കാലം, ജീവിതത്തിലെ കരുത്തിന്റെ വസന്തകാലം. അതൊക്കെ എങ്ങനെയൊക്കെയാണ് വർണ്ണിക്കേണ്ടത്, നിങ്ങൾ അതിന്റെ കൂടെ എങ്ങനെ വർണ്ണിച്ചു പോകാം. ശക്തിയും ഉത്സാഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നിറഞ്ഞ കാലമാണ്. ഒരു വ്യക്തിയുടെ ഭാവി നിർണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന കാലമാണ്. നമ്മുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നുവോ ആ കാര്യം ശരീരത്തിന്റെ പിന്തുണയോടുകൂടി ചെയ്യാൻ 100% താക്കത്തുള്ള കാലം. നമ്മുടെയൊക്കെ പ്രായത്തിൽ ഇങ്ങനെ മോഹങ്ങളാണ് ഉണ്ടാവുക. കാരണം ഇരിക്കുന്നിടത്ത് തന്നെ എണിക്കാൻ കൃത്യമായി കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരം കൂടെ വരുന്നില്ലെങ്കിൽ ഒരു അവസ്ഥകൾ ആലോചിക്കുക. എന്നാൽ മനസ്സ് മോഹിക്കുന്നതിനനുസരിച്ച് 100% ശരീരം കൂടെ വരുന്നത്. അതുകൊണ്ടാണ് യൗവനം ഒരു തരംഗം പോലെയാണെന്ന് പറയാൻ കാരണം. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, തരംഗം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും. തരംഗം എന്ന് പറഞ്ഞാൽ ആ ഊർജ പ്രവാഹം നിലക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലം. ഹബീബായ റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, അശ്ശാബു ശുഅബത്തുൻ മിനൽ ജുനൂൻ. യുവത്വം എന്നത് ഭ്രാന്തമായ ഒരവസ്ഥയാണ്. പ്രിയരെ, ഇങ്ങനെ 2 വാക്ക് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ഏറ്റവും മനുഷ്യായുസ്സിലെ ദൈർഘ്യം നിലനിൽക്കുന്ന ഈ കാലഘട്ടം, ഈ ഘട്ടത്തെ അല്ലാഹു ആവശ്യപ്പെടുന്നുണ്ട്. ഇബ്ലീസും പിടിച്ചു വലിക്കുന്നത് 2 നിലക്കുണ്ട്. അള്ളാഹ് നമ്മളോട് പറയണത് എന്താന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടം എനിക്ക് തന്നാൽ ഞാൻ ആദ്യം തിരിച്ചു തരിക മഹ്ശറയിലേക്ക് വരുമ്പോഴേക്ക് അവിടെ അർശിന്റെ തണൽ വിരിച്ചു തരും. അർശിന്റെ തണൽ കൊടുക്കുന്ന 7 വിഭാഗം ആളുകളെ പറയുന്നിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചല്ലോ. അതിലൊരാള് മാത്രമല്ല, അള്ളാഹുവിന് വിട്ട് നൽകണമെങ്കിൽ തികച്ചും നമുക്ക് എന്ത് വേണമെന്നറിയോ? നല്ല വിശ്വാസ വർധനവ് വേണം. അതൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ
അവരാരായാലും എത്ര വലിയ ആളുകളാണെങ്കിൽ പോലും ഹുദയാൽ അവന്റെ ജീവിതം നയിക്കപ്പെടണം. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. ചെയ്താൽ വഴി പഴക്കൂല, ഖേദിക്കേണ്ടി വരില്ല, ജീവിതത്തിൽ ദൗർഭാഗ്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഹുദയെ നമ്മുടെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? പിടിച്ചു നിർത്തി ഇങ്ങനെ കൂടെ കൊണ്ടുപോകണം. ആലോചിച്ച് നോക്കിയേ, ഇന്ന് നമ്മളിൽ പലരും ഓതലൊരു സുന്നത്താക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ സൂറത്തുൽ കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറഞ്ഞു തരുന്നിടത്ത് നമുക്ക് കാണാം. ഖുർആൻ ഒരു കഥ പറഞ്ഞു തരികയാണ്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ. ആയത്ത് അങ്ങനെ പോവാണ്. അങ്ങനെ ചേർത്ത് വായിച്ചു നോക്കിയാൽ മതി. അവരാരാ? ഇന്നഹും ഫിത്യത്തുൻ, അവരൊരു പറ്റം യുവാക്കളാണ്. ആ ഗുഹാവാസികളെ കുറഞ്ഞ ആളുകളെ ഉള്ളു. അവരുടെ എണ്ണത്തെ കുറിച്ച് പല റിപ്പോർട്ടുകളും ഉണ്ട്. 9 ആണെന്നും 7 ആണെന്നും ഏതായാലും 20-ൽ താഴെയാണ് കുറെ അഭിപ്രായങ്ങളിൽ. ആ അഭിപ്രായങ്ങൾ ഇപ്പൊ എന്തായാലും എണ്ണപ്പെട്ട ആളുകൾ. പക്ഷേ ലോകാവസാനം വരെ മനുഷ്യർ വായിക്കുന്ന തരത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ചരിത്രത്തെ അടയാളപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ യൗവനം അവർ തൗഹീദിന് വേണ്ടി ചെലവഴിച്ചത് കൊണ്ടാണ്. അവരുടെ യൗവനം ഇബാദത്തുകളുടെ വസന്തകാലമായത് കൊണ്ടാണ്. നമ്മുടെ യൗവനം ഈ രണ്ടെണ്ണത്തിൽ ചാലിച്ചെടുക്കണം നമ്മൾ. അങ്ങനെ വരുമ്പോഴാണ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, അവർ അല്ലാഹുവിൽ വിശ്വസിച്ച ഒരു പറ്റം യുവാക്കളാണ്. എന്നിട്ട് എന്താ പറയുന്നറിയാം? വസിദ്നാഹും ഹുദാ, അന്നേരം നമ്മളിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു എന്നറിയോ? ഹുദ വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവരുടെ ഖൽബിന് വറബത്നാ അലാ ഖുലൂബിഹിം, നല്ല ഒരു കരുത്ത് അവരുടെ ഖൽബിന് നമ്മൾ നൽകി കൊടുത്തു. ഇത് നടക്കാത്തിടത്തോളം കാലം ഈമാൻ വർദ്ധിക്കാത്ത, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരു കാലമാണ് ജീവിതത്തിലെങ്കിൽ നമ്മൾ എന്ത് ഹിക്മത്ത് പ്രയോഗിച്ചിട്ടും കാര്യമില്ല. സഹോദരങ്ങളെ, ഇതില്ലെങ്കിൽ എവിടെ പോയാലും നാശമാണ്. ഇതുണ്ടെങ്കിലോ നമ്മൾ എവിടെയാണെങ്കിലും ചെയ്യേണ്ട നന്മകൾ നമ്മൾ ചെയ്തിരിക്കും. അതിനാണ് പ്രത്യേകിച്ചൊക്കെ നമ്മുടെയൊക്കെ ഈ ചുറ്റുപാടൊക്കെ പരിശോധിച്ചു നോക്കിയാൽ നമുക്കത് ശരിക്കും മനസ്സിലാവും. എല്ലാ നിലക്കും ജീവിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും നന്മയുടെ വഴികളിൽ ആയുസ്സിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കാണില്ല. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകൂലേ? അൽഹംദുലില്ലാഹ്, ഇസ്ലാമിന്റെ പ്രാരംഭ കാലം മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് ശരിക്കെടുത്തു നോക്കിയാൽ ഇത് ചെറുപ്പക്കാരുടെ മതമാണോ എന്ന് ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നത് 40-ാമത്തെ വയസ്സിലാണ്. 40 എന്ന് പറയുന്നത് തികച്ചും യൗവനകാലമാണ്. ഖുർആൻ തന്നെയാണ് അത് എടുത്തു പറയുന്നത്. ഇങ്ങനെ നല്ലൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, അവന് 40 എത്തിയപ്പോൾ അവൻ യൗവനത്തിന്റെ ആ തീക്ഷണതയിൽ, അതിന്റെ ഉയർച്ചയിലെത്തിയ ആ ഘട്ടത്തിൽ, അതിന്റെ വളർച്ചയിലെത്തിയ ഘട്ടത്തിൽ. ഇപ്പോ ശരിക്കും 40 അല്ല കേട്ടോ. പിന്നെ കാരണം നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് നമ്മളൊക്കെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 40-45 നോക്കിയുണ്ടോ? പണ്ട് കാലത്ത് ഒരു 50 വയസ്സായ ഒരാൾ എന്നൊക്കെ പറഞ്ഞ ആകെ നിരച്ച് എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരാളാണ്. ഇന്ന് നമ്മുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 78.4-ലാണ് ഒരു പെണ്ണിന്റേത് നിൽക്കുന്നത്. അതിനേക്കാളും 2 വയസ്സ് കുറഞ്ഞാണ് ആണിന്റേത് നിൽക്കുന്നത്. അപ്പൊ ഒരു ശരാശരി 75-78 വയസ്സിലാണ് ആയുർദൈർഘ്യമെങ്കിൽ ഇപ്പൊ തന്നെ 55 വയസ്സെന്ന് പറയുന്നതാണ് ശരിക്ക് നമ്മുടെയൊക്കെ യൗവനം കഴിയുന്ന കാലം. ആ പ്രായത്തെത്തുമ്പോഴൊക്കെ ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുള്ള അർത്ഥം. എന്നാലും നമ്മൾ ആലോചിച്ച് നോക്കണം, ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയാം? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഈ നിന്റെ പ്രായത്തിൽ എത്തി നിൽക്കുന്ന ഒരാളുകളൊക്കെ ഒന്ന് പിന്നോട്ട് നോക്കണം. വരുന്ന ആളുകളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാ. ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച വരുന്ന സന്ദർഭത്തിൽ
ആ ജനങ്ങൾ പറഞ്ഞെന്തറിയോ? ഖാലു, ഞാൻ അതിന്റെ മറ്റുള്ള സംഭവങ്ങളിലേക്കല്ല പോകുന്നത്. ഖാലു സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാള്, അവനാരാ? ഫതൻ. അങ്ങനെ ഒരു യുവാവിനെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത്, അവരുടെ അനുയായികളെ കുറിച്ച് പറയുന്നിടത്ത്, ഫമാ ആമന ലിമൂസ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി എന്ന് പറയുന്നുണ്ട്. ദുർരിയത്തും, മൂസ അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ച ഒരു പറ്റം ചെറുപ്പക്കാരും, അവര് വിശ്വസിച്ചു എന്നല്ലാത്തൊരു പാതകവും ചെയ്തിട്ടില്ല. അത് പറയുന്നത് ഫറവോന്റെ ധിക്കാരങ്ങളെ കുറിച്ച് പറയുന്ന വഴിമധ്യയാണ്. എന്നാലും പ്രിയപ്പെട്ടവരെ, പരലോകത്ത് ഈ സംസ്കാരത്തിൽ ഈമാനിൽ വളർന്നു വരുന്ന ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു തണലും വിരിച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ യൂസഫ് അലൈഹിസ്സലാമയുടെ ജീവിതവും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ യുവാക്കളുടെ ജീവിതത്തെ കുറിച്ചാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ആ ജീവിതത്തെ ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, നമ്മൾക്ക് ആ കഥ എടുത്തു വെച്ചാൽ കഴിയും. ഇത്രയും പറഞ്ഞു എന്തെന്നറിയാം, ജീവിതത്തെ ഇബാദത്തുള്ള ഒരു വസന്തകാലമാക്കി ചരിത്രം മാറ്റിമറിക്കപ്പെട്ട ചെറുപ്പക്കാരായി മാറാൻ നമുക്ക് കഴിയണം. അങ്ങനെ മുസ്ലിം ആവുമ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാര് എല്ലാ ആളുകളും, ഞാൻ ചിലവരുടെ ഒക്കെ അങ്ങനെ പ്രായം അങ്ങനെ പറഞ്ഞു തരാൻ നബിന്റെ കൂടെ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ച മഹാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അന്നത്തെ പ്രായം 37. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം മുസ്ലിം ആകുമ്പോ 27. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റേത് മാത്രമാണ് ഒരു 4 വയസ്സ് കൂടുതൽ, 40ഓടടുത്ത പ്രായമാണ്. അലി റളിയല്ലാഹു അൻഹു 10 വയസ്സാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് 30 വയസ്സാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം പ്രാർത്ഥിച്ചാൽ ആ ദുആ അല്ലാഹു അപ്പോൾ ഖബൂൽ ചെയ്യുന്നു. അതുകൊണ്ട് ആരും അദ്ദേഹത്തോട് അങ്ങനെ തമാശ കളിക്കാൻ വരെ പോകില്ലാണ്, വെറുതെ വർത്താനത്തിനേ പോകില്ല. അത്ര മഹാനാണ്. 17 വയസ്സാ മുസ്ലിം ആകുമ്പോ, അല്ലെ? മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ബദറില് മുഹാജിറുകളെ പിന്തുടർന്ന അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആവേശകരമായി പ്രസംഗിച്ച മഹാനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, റസൂലേ, ഈ കണ്ണിന് ഇമയാട്ടമുള്ള കാലം ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ മഹാന്റെ പ്രായം അത് പറയുമ്പോ എത്ര അറിയാം? 24 വയസ്സാണ്. 24 വയസ്സാണ്. ഞാൻ എന്തിനതിങ്ങനെ പറഞ്ഞിരുന്നറിയോ? ശരിക്കും ഒരു പ്രായത്തെ ഇങ്ങനെ ഒന്നിങ്ങനെ തുലനം ചെയ്തു നോക്കാനാ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉഹദില് ശത്രുക്കളെല്ലാരും ഇങ്ങനെ അണഞ്ഞു വരിക, മുസ്ലിമീങ്ങൾ ചിന്നിച്ചെതറി ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിൽ വരെ അമ്പ് കൊള്ളുന്ന ഒരു വേളയില് കൂടെയുള്ള അബൂ തൽഹയെ വിളിച്ചുകൊണ്ട് പറയാ, 24 വയസ്സാട്ടോ. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹബീബായ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചാൽ പടച്ചവന്റെ കോടതിയില് നമ്മളെ എന്താ മറുപടി പറയാ എന്ന് പറഞ്ഞിട്ടാണ് സ്വന്തം പല്ലുകൊണ്ട് എന്താ പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറച്ച അമ്പ് പറിച്ചെടുക്കാണ്. 2 പല്ല് പൊട്ടിപ്പോയി. നമ്മുടെ ഈ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ആ 2 പല്ല് പൊട്ടിപ്പോയി. 24 വയസ്സാണ്. പ്രിയരെ, ഏറ്റവും മനോഹരമായ ചരിത്രമാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റേത്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു 9 വയസ്സാവുമ്പോ അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ബദറിലെയും ഉഹദിലെയൊക്കെ സൈന്യത്തിന്റെ കൂടെ ചേരട്ടെ എന്ന് പറഞ്ഞിട്ട് വിരലിൽ ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് വലിയ ഹൈറ്റ് കാണിച്ചിട്ടുണ്ട്. ഇതിനോട് നബി അദ്ദേഹത്തെ തിരിച്ചയച്ചിട്ടുണ്ട്. 23-ാമത്തെ വയസ്സിലാണ് വിശുദ്ധ ഖുർആൻ അദ്ദേഹം ക്രോഡീകരിച്ചുകൊണ്ട് എഴുതുന്നത്. അള്ളാന്റെ റസൂലിന്റെ എഴുത്തുകാരനായിരുന്നു. ഇങ്ങനെ എഴുത്തുകാരനാവാൻ കാരണമുണ്ട്. ചെറുപ്പത്തിൽ എഴുത്തും വായനയും പഠിച്ചവനാണ്. ഉമ്മ പറയണ്ടേ, ഉമ്മാന്റെ കുട്ടിക്ക് സ്വർഗം കിട്ടണമെങ്കിൽ രക്തസാക്ഷിത്വം കൊണ്ട് കഴിയില്ലട മോനെ. കൊണ്ട് ഉമ്മാന്റെ കുട്ടി എന്ത് ചെയ്യുന്നറിയോ? നബിന്റെ അടുത്തേക്ക് ചെല്ല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് എഴുത്തും വായന അറിയാലോ, എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ ഉപകാരപ്പെടും. നബിനെ കൊണ്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ 12 വയസ്സുള്ള സമയത്താണ്
ഹബീബായ റസൂല് ഈ കുട്ടിയോട് പറയുന്ന ഒരു വാക്കുണ്ട്, മോനെ നീ ഹിബ്രു പഠിക്കണം. തോറയുടെ പഴയ ഇഞ്ചീലിന്റെ ഭാഷ ഹിബ്രുവിലാണ്, അത് പഠിക്കണം. യഹൂദികളെ അത്ര വിശ്വസിക്കാൻ കൊള്ളൂല, അതുകൊണ്ട് മോൻ അത് പഠിച്ചു വരണമെന്ന് പറഞ്ഞു. 2 ആഴ്ച കൊണ്ട് ഹിബ്രു ഭാഷ പഠിച്ചു, സുരിയാനി പഠിച്ചു. പഴയ സെമിറ്റിക് 6 ഭാഷകളുണ്ടല്ലോ, അതിൽ ഇന്ന് ഹൈവിയത്തോട് സജീവമായി നിൽക്കുന്നത് അറബി മാത്രമേ ഉള്ളൂ. അന്നത്തെ ഹിബ്രുവും സുരിയാനിയും പഠിച്ചു വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാഇയായി ജൂതന്മാരോട് സംസാരിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. നബി മരിക്കുന്ന വേളയിൽ 23 വയസ്സ്, ഖുർആൻ എഴുതി രേഖപ്പെടുത്തുക. ഇന്നത്തെ പോലെ എഴുതാൻ കഴിയുന്നതല്ലല്ലോ. അല്ല, ഖുർആൻ മനപ്പാടുണ്ട്. ഞാൻ ആ ഭാഗം വിശദീകരിച്ച് നമുക്ക് അങ്ങനെ സമയം പോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് അവര് മാത്രല്ല, ആണുങ്ങളെ പേരാ ഞാൻ എണ്ണിയത്. നിങ്ങൾ നോക്ക്, ദാറുൽ അർഖമിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ദഅവത്ത് നടത്താൻ വേണ്ടി ഒരുമിച്ച് കൂടിയത്? ഇത് ആദ്യകാലത്തിട്ടാണ്. ദാറുൽ അർഖം എന്ന് പറഞ്ഞ ഒരു വയസ്സന്റെ വീടല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അളിയന്റെ വീടാ, സഹോദരിയുടെ ഭർത്താവിന്റെ വീടാ. 20 വയസ്സ് തികഞ്ഞിട്ടില്ല അർഖമിന്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്ക്, സാദബിനും ഓരോന്നും അങ്ങനെ. സ്വലാഹുദ്ദീൻ അയ്യൂബി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ 4 ഇമാമിങ്ങള് അല്ലെ, ഇമാം ഗസാലി അദ്ദേഹം എഴുതിയ ആയുസ്സിൽ എഴുതിയ കിതാബ് നമ്മുടെ ഒരു ആയുസ് കൊണ്ട് വായിച്ച തീരുല സഹോദരങ്ങളെ. 52-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിട പറയുന്നത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം ഷാഫി എന്നൊക്കെ പറഞ്ഞ ഞാൻ ആദ്യം പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പേരുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ വലിയ മുഖവേന വിചാരിച്ചിരുന്നത്. 52-ാമത്തെ വയസ്സിലാണ് ഈ ലോകം പിരിക്കുന്നത്. നിങ്ങൾ കോളേജിലൊക്കെ പഠിച്ച, പ്രീ ഡിഗ്രിക്കൊക്കെ പണ്ട് പഠിച്ച ആളുകൾക്കറിയാം, സെക്കൻഡ് ലാംഗ്വേജ് അറബിയായി എടുത്താൽ ഇമാം നവവിയുടെ റഹിമഹുല്ലാ 40 ഹദീസുകൾ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഇമാം നവവി ലോകത്തുനിന്ന് പിരിയുന്നത് 40-ാമത്തെ വയസ്സിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ ബഹുമാനിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ അതൊക്കെ നിങ്ങൾ മറന്നോളി. നമുക്ക് നമ്മോട് ബഹുമാനം പടെങ്കിൽ എന്ത് വേണമെന്നറിയോ? നമ്മൾ നടക്കുന്ന വഴിയിൽ ശുദ്ധത വേണ്ടേ? നമുക്ക് നമ്മെ മാനിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ എവിടെ ശാന്തായി എന്ന് ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നാട്ടുകാരോട് ചോദിക്കരുത്, സ്വന്തത്തോട് ഇങ്ങനെ ചോദിച്ചു നോക്കിയേ. അല്ലാഹു പറയാ, എന്റെ ഹുദാ നിങ്ങൾ പിന്തുടർന്നാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല കേട്ടോ. സഹോദരങ്ങളെ, നമ്മുടെ യുവത്വമൊക്കെ കഴിഞ്ഞ് പലരുടെയും ഒക്കെ പല അടയാളങ്ങളൊക്കെ മുഖത്തും ശരീരത്തിലൊക്കെ വന്നു എങ്കിൽ പോവാനായി എന്നുള്ളതിന്റെ അർത്ഥം തന്നെയല്ലേ. ഏറ്റവും പോകുന്നത് പ്രായമേറിയവരല്ല, പ്രായമാകുന്നതിന് മുമ്പേ പോകുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ അടയാളങ്ങളും. എങ്കിൽ ഇന്ന് നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുള്ളത് വേറൊരാളോട് ചോദിക്കാനല്ല, സ്വന്തത്തോട് ഇങ്ങനെ ശാന്തമായി ആലോചിച്ച് നോക്ക്. ദീൻ എന്തിനും പരിഹാരമാണ്, ദീനാണ് സന്തോഷം. എന്തെല്ലാം അപകടങ്ങളിൽ നിന്നാണ് ആ ദീന് നമ്മളെ സംരക്ഷിക്കുന്നത് എങ്കിൽ ആ ദീൻ എത്രമാത്രം നമ്മിലുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ചെന്നാൽ വയസ്സന്മാരെ മാത്രം കാണാം. നമുക്കും കുട്ടികളും ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ. എന്തേ അവരെ നമ്മുടെ കൂടെ കൊണ്ടുവരാൻ നമുക്കൊക്കെ വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നത് എങ്കിൽ അവിടെ പെശക് വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. മുൻഗാമികളായ ആളുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഓരോരോ കണക്കുകൾ എടുത്തിങ്ങനെ പറയും. അങ്ങനെ എടുത്തു പറയുന്ന വേളയിൽ നമ്മളൊക്കെ എന്താ പറയണ്ടത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ബിലാൽ റളിയല്ലാഹു അൻഹു, എന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെക്കപ്പെട്ടത്, എന്റെ കൈകാലുകളിൽ ചങ്ങലകൾ ഇട്ടിട്ട് അവിടെ വലിച്ചരക്കപ്പെട്ടത്, ആ സമയത്തും പടച്ചവനെ നിന്റെ നാമം ഞാൻ മൊഴിഞ്ഞിട്ടുണ്ട്, അല്ലാഹു അക്ബർ പറഞ്ഞിട്ടുണ്ട്. തല പിടിച്ച് നിറച്ച വെള്ളമുള്ള പാത്രങ്ങളിലേക്ക് ഇങ്ങനെ പിടിച്ച് മുക്കി മുക്കി ശ്വാസം മുട്ടിക്കുന്ന വേളയിൽ പോലും അല്ലാഹു അക്ബർ ആണ് റബ്ബേ ഞാൻ പറഞ്ഞതെന്ന് അമ്മാർ ഇബ്നു യാസിർ പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അവരുടെ പ്രിയതമ വസ്ത്രമുരിഞ്ഞ് ഒരു മരത്തിൽ കെട്ടിയിട്ട്
ഇരുമ്പ് പഠിപ്പിച്ച് അടിവയറിൽ കുത്തിക്കൊന്നിട്ടുണ്ട് സുമയ്യ റളിയല്ലാഹു അൻഹയെ. അല്ലേ? അവരൊക്കെ പടച്ചവനോട് പറയുന്ന ചില വാക്കുകളുണ്ട്. മുജാഹിദു ബി അംവാലിക്കും വ അൻഫുസിക്കും ഫീ സബീലില്ലാഹ്. പടച്ചവന്റെ മാർഗത്തിൽ എന്തേ ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ പറയാൻ അള്ളാഹുവിന്റെ ദീനിന്, സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ഉത്തരവാദിത്വം മറക്കാത്തൊരു വിഭാഗമായി പ്രിയപ്പെട്ടവരെ നമുക്ക് മാറണം. വിശ്വാസവും ധാർമ്മിക ബോധവും നഷ്ടപ്പെട്ടാൽ വിവിധ തരം ലഹരികൾ നമ്മളെ പിടികൂടും. ഭാഷയില് നിങ്ങൾ വല്ല ഡിക്ഷണറിയിൽ എവിടെയെങ്കിലുമൊക്കെ ലഹരി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പരിശോധിച്ചാൽ മതി. പലതരത്തിലുള്ള ലഹരികളുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ചുറ്റുപാടുകളിലേക്ക് നമ്മളൊന്നിങ്ങനെ കണ്ണോടിച്ചു നോക്കുക. നമ്മുടെ അങ്ങാടികളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് നിരവധി യുവാക്കള് കുടുംബത്തിന്റെ ചാലക ശക്തിയാവേണ്ടവര് അവരിന്ന് കുടുംബത്തിന്റെ തലവേദനകളായി, ആ വാപ്പാരുടെ കണ്ണീരായി മാറുന്ന എത്ര മക്കളുണ്ടെന്നറിയോ? എനിക്കറിയാം പല ആളുകളെയും വയസ്സെമ്പാടുമായിട്ട്. വിദേശത്താണെങ്കിൽ ഒന്നും നടക്കൂല. വിദേശത്തായിരുന്നെങ്കിൽ പല നാടുകളിലൊക്കെ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വാപ്പാന്റെ സ്വത്തും നയാ പൈസ തരൂല. ഇത് 30 വയസ്സായിട്ട് ഈ ചെക്കനെ കൊണ്ടൊന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം കിട്ടട്ടെ എന്ന് പറഞ്ഞ് കരയുന്ന ആ മക്കളെ പോറ്റാൻ വേണ്ടി കൈവണ്ടി വലിക്കുന്ന എത്ര രക്ഷിതാക്കന്മാരുണ്ട്. നമ്മളായിട്ട് നമ്മുടെ വാപ്പാരെ, നമ്മുടെ ഉമ്മാരുടെ കണ്ണുനീര് കണ്ണ് നിറയ്ക്കാൻ ഇടവന്നാൽ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മെ കരയിപ്പിക്കാതെ പ്രിയരെ പടച്ചു നമ്മളെ തിരിച്ചു വിളിക്കില്ല. നന്മകൾ ധാരാളം നാട്ടിൽ നടക്കുന്നു എന്ന് പറയുമ്പോഴും തിന്മ ചെയ്യാനുള്ള മനസ്സും ധർമ്മം ചെവികൊള്ളാത്ത കാതുകളും വർദ്ധിച്ചു വരുന്നില്ലേ? ധാർമ്മിക ബോധത്തെ കാർന്നു നിന്നുകൊണ്ട് തിന്മ വളരുന്നത് നമ്മൾ കാണുന്നില്ലേ? പണ്ടൊക്കെ നമ്മുടെ നാട്ടില് നമ്മളൊക്കെ കണ്ടും കേട്ടും നാട്ടിലുണ്ടായിരുന്ന പല തിന്മകൾ എത്ര പെട്ടെന്നാണ് ലിബറൽ കാഴ്ചപ്പാടുകളിലൂടെ അത് തിന്മയല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, നമ്മുടെ വീട്, കല്യാണ വീടുകൾ, അങ്ങാടികൾ, സ്ഥാപനങ്ങൾ, നമ്മുടെ വേഷങ്ങൾ, ഇങ്ങനെയൊക്കെ ആലോചിച്ചു. അങ്ങനെ പരിശോധിച്ച് നമുക്കത് മനസ്സിലാവും. കള്ളും കഞ്ചാവും പരസ്യമായ പുകവലിയും പരസ്ത്രീ ബന്ധവും അവിഹിതവും അനാശാസ്യം നിറഞ്ഞ അശ്ലീല കാര്യങ്ങളും പ്രണയങ്ങളും ഒളിച്ചോട്ടങ്ങളും വലിയ ഗൗരവത്തിൽ കണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. കാലം ഇന്ന് മാറുക. ഇന്നതെല്ലാം പലതരത്തില് വൈബായി മാറി ഒരു തരംഗമായി, ഒരു തരം ലഹരിയായി മാറി വരികയാണ്. പ്രിയരെ, ഞാനത് വിശദീകരിക്കില്ല. ഗവൺമെന്റ് ഇപ്പോ അൽഹംദുലില്ലാഹ് ഭയങ്കര പരിശോധനയില്ല. അതിന്റെ പേരൊക്കെ വളരെ നല്ല ഒരു മനോഹരമായ പേരിട്ടുകൊണ്ട് ആ ലഹരി ജീവിതം സർവ്വ തലങ്ങളെയും തകർത്തെറിയുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ആ ഭാഗം പറയേണ്ടെങ്കിൽ അറിയോ? തിന്മകൾ ചെയ്ത് മനുഷ്യനെന്നും നാണമില്ലാതായിരിക്കും. അവിടെ അള്ളാഹ് നമ്മളോട് പറഞ്ഞത് അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കണം കേട്ടോ, ജാഗ്രത പുലർത്തണേ. ആദ്യം നമ്മളോടാ പറഞ്ഞത്. നല്ല ഒന്ന് സ്വയം സൂക്ഷിക്കണം, എന്നിട്ട് കുടുംബത്തിലേക്ക് പോകണം. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ ഒരുപാട് ലഹരികൾ വരുന്ന ഈ കാലഘട്ടത്തിൽ ഒറ്റ വാക്ക് മായാത്ത മഷി കൊണ്ട് മനസ്സിൽ എഴുതി വെക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടിയാ, ആ കുട്ടിനെ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹബീബായ റസൂൽ പറഞ്ഞില്ലേ, മോനെ യാ ഉലം, അങ്ങനെ വിളിക്കണം. കുഞ്ഞോനെ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരടാ, അത് സൂക്ഷിച്ചാ മതി കേട്ടോ. നീ അള്ളാനെ സൂക്ഷിച്ചാൽ അള്ളാഹ് നിന്നെയും സൂക്ഷിക്കും. അള്ളാനെ സൂക്ഷിച്ചാൽ നിനക്ക് എവിടെയാണോ അള്ളാനെ കാണേണ്ടത് അവിടെ അള്ളാനെ കാണാം. മാത്രം മതി നമുക്ക് കേട്ടോ. അതാണ് നമ്മുടെ ശക്തി. അള്ളാനെ സൂക്ഷിച്ചാൽ എവിടെയും നമുക്ക് ചെല്ലാം. യൂസഫ് നബി അലൈഹിസ്സലാമയുടെ കഥ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒന്നുകൂടി തിരിച്ചാലോചിച്ച് നോക്കുക. ഈ തിന്മ നിറഞ്ഞ ജീവിതത്തെക്കാൾ എനിക്ക് കാരാഗ്രഹമാണ്
നല്ലതെന്ന് പറഞ്ഞ ആ കാരാഗൃഹത്തിലേക്ക് പോയ മനുഷ്യൻ പിന്നീട് തിരിച്ചു വരുന്നത് ഏറ്റവും ആ രാജ്യത്തെ ഔന്നിത്യം നിറഞ്ഞ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയരെ, നല്ല പോലെ ആലോചിക്കുക, നന്നായി ചിന്തിക്കുക, ചില സുരക്ഷിതത്വങ്ങൾ നമ്മൾ നിർവഹിക്കാനും തയ്യാറാവുക. അള്ളാഹുവോട് എപ്പോഴും പ്രാർത്ഥിക്കുക, പടച്ചവനെ ആയുസ്സിനെ ബർക്കത്തുള്ളതാക്കി ഉപകാരമുള്ളതാക്കി തരണേ എന്നുള്ളതാണ്. പ്രാർത്ഥന മാത്രം പോരാ, ആ ഹുദയുടെ വഴികൾ എവിടെയെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. ആ ഭാഗത്തൂടെ നമ്മൾ നീങ്ങണം, പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മൾ അനുഗ്രഹിച്ചിരിക്കും. അത് പടച്ചവന്റെ വാദയാണ്. ആ വാദയിലേക്ക് നമ്മൾ നടക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടപ്പെട്ട നല്ല സൗഭാഗ്യവാന്മാരായ മുത്തഖീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് വൈകുന്നേരം അസറിന് ശേഷം ഹക്കീം പറളി, അബ്ദുൽ ഹക്കീം പറളി എന്ന് പറയുന്ന നമ്മുടെ സഹോദരന്റെ കഅബ എന്നൊരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു നല്ലൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ വെച്ച് കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് വെളിച്ചം ഖുർആൻ പദ്ധതിയിൽ 100 മാർക്ക് ലഭിച്ച ആളുകൾക്ക് നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ തിരിഞ്ഞിരിക്കുന്നത് കഅബയിലേക്കാണ്. ആ കഅബ നമ്മുടെ മനസ്സിൽ കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കുന്ന ഒരു ക്ലാസ്സാണ്. എല്ലാവരും നിർബന്ധമായും സാധിക്കുമെങ്കിൽ ഉറപ്പായും ആ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുന്നു. കൂടാതെ അടുത്ത ഘട്ടം വെളിച്ചം, ബാലവെളിച്ചത്തിന്റെ വിതരണം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഈ മുറ്റത്ത് ജുമാ കഴിഞ്ഞാൽ നിർവഹിക്കുന്നുണ്ട്. നിങ്ങൾ ആ പുസ്തകം വാങ്ങിക്കണം. അത്തരം പരീക്ഷകൾ നമ്മൾ ബന്ധപ്പെടണം. ഈ ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് സൂറത്ത് ഹജ്ജിനെ ആസ്പദമാക്കിയിട്ടുള്ള നമ്മുടെ ഖുർആൻ ഹദീസ് പഠന സംരംഭത്തിന്റെ സംസ്ഥാനതല പരീക്ഷയും നടക്കുന്നുണ്ട്. എല്ലാവരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എഴുതണം എന്ന് മാത്രം ഉണർത്തുന്നു. കൂടെ നമ്മൾ ചില അപകട സ്ഥലങ്ങളിലൂടെ നടക്കുകയാണെങ്കിൽ വളരെ ജാഗ്രത പാലിക്കാറുണ്ടല്ലോ. എങ്ങനെയാന്ന് ചോദിച്ചാൽ, തിരക്കുള്ള റോഡിലൂടെ വാഹനം ഓടിക്കുകയാണെങ്കിൽ, ആഴമുള്ള ഒരു ഗർത്തത്തിന്റെ വക്കിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പിനും ഒരു കരുതൽ ഉണ്ടാവില്ലേ? നല്ല ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ വല്ല ആഴമുള്ളിടത്തേക്ക് ഇറങ്ങുമ്പോ നമ്മൾ ശ്രദ്ധിക്കൂലേ? എന്തിനാണ് അപകടം പറ്റരുത്? വിശ്വാസികളായ നമ്മളും ഒരു തരം ലഹരി, ചില ലഹരികൾ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോ ഫുട്ബോളൊക്കെ തുടങ്ങുകയാണ്, നമുക്ക് കാണൽ തെറ്റാണെന്ന് പറയാൻ പറ്റും? ഒരിക്കലും അല്ല. ആനന്ദങ്ങളൊന്നും ഒരിക്കലും എതിരല്ല. പക്ഷേ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ സമയങ്ങളെ നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാവരുത്. പരലോക ചിന്തയിൽ നിന്ന് അകലുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ ഏതിലുണ്ടോ നമ്മൾ ഒന്നുകൂടി കരുതലോടുകൂടി മാത്രമാണ് അവിടെ നമ്മൾ ബന്ധപ്പെടേണ്ടത്. വിനോദങ്ങൾ ആവശ്യമാണ്, സമീപനങ്ങൾ നന്നാവണം, ദീനിനേക്കാൾ വലുതാവരുത്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മന്റെ കൂടങ്ങൾ പറയും, അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ വൽ അദ്വാഇ യാ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുമ്മ ജന്നിബ്നി, നീ എന്നെ അകറ്റേണമേ. എന്തിൽ നിന്ന്? മുൻകറാത്തിൽ അഖ്ലാഖി, എല്ലാവരും എന്നെ വെറുക്കുന്ന സ്വഭാവത്തിൽ നിന്ന്, വൽ അഅമാലി, എല്ലാവരും വെറുത്തു കളയുന്ന, പടച്ചവനെ നീയും വെറുക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന്, വൽ അഹ്വാഇ, അത്തരത്തിലുള്ള ദേഹേച്ഛകളിൽ നിന്ന്, വൽ അഹ്വാഇ, മാരകമായ രോഗങ്ങളിൽ നിന്ന്
എന്നെ നീ അകറ്റണമേ. എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അമാൽ വൽ അഹ്വാഇ വൽ അദ്വാഇ. പ്രിയരേ, പ്രാർത്ഥനയാണ് നമ്മുടെ കരുത്ത്. നമുക്ക് വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് നിൽക്കാം. അങ്ങനെ നമുക്ക് വൃത്തിയുള്ളവരുടെ യാത്ര ചെയ്യാം. മലീമസമായത് എവിടെയുണ്ടോ മാറി നിൽക്കാനുള്ള അവബോധങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ആയുസ്സിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. അള്ളാഹുവിന്റെ തൗഫീഖ് അതിന് വേണം. അതിന് നിരന്തരം പ്രാർത്ഥിക്കണം. പടച്ച റബ്ബ് അവന്റെ ഇഷ്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും നീ മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ശിഫ നൽകി അവരെ കാക്കേണമേ റഹ്മാനെ. അള്ളാഹുവേ, ആഫിയത്തുള്ള ജീവിതം അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ, എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, മക്കളെ, ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി തുണക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്ത ആളുകളുടെ എല്ലാ സ്വാലിഹുകളായ ഉദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഉപജീവനത്തിന്റെ റിസ്കിന്റെ വഴി നീ ബർക്കത്തുള്ളതും എളുപ്പമുള്ളതുമാക്കി ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് വൃത്തിയുള്ള ജീവിതം നയിച്ച് നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകി തുണക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.